നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും ഒരു ബ്രെയിൻ ഉണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയും. അതിനാണ് ECU അല്ലെങ്കിൽ ECM, എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ എഞ്ചിൻ കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റാ റീൽസോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കി കാണാം. അപ്പോൾ സ്റ്റോക്ക് ECU മാറ്റി ആഫ്റ്റർ മാർക്കറ്റ് ECU അല്ലെങ്കിൽ സ്പീഡിനോ ബേസ്ഡ് ആയിട്ടുള്ള ECU ഒക്കെ കയറ്റുന്നത്. അപ്പോൾ ഇതിന്റെ ട്യൂണിങ് ഇതെങ്ങനെയാണ്, ഇത് കറക്റ്റായിട്ട് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോ. ഇല്ല, സ്റ്റോക്ക് ECU എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ചെയ്തു വിടുന്ന ECU. അപ്പം ഇതെന്ന് പറഞ്ഞാൽ 3 കാര്യം ബേസ്ഡ് ആണ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടികളെ 3 രീതി ട്യൂൺ ചെയ്യാം. ഒന്ന് പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് ട്യൂൺ ചെയ്യാം, ഒന്ന് മൈലേജിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്യാം, രണ്ടാമത്തെ പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്യാം. നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങുന്ന കൂടുതൽ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ബേസ് ചെയ്തിട്ടും അതേപോലെ തന്നെ പെർഫോമൻസിനെക്കാളും കൂടുതൽ മൈലേജ് ആണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 മാനദണ്ഡങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പെർഫോമൻസ് ആയിട്ട് ആഗ്രഹിക്കുന്നവർ ഇതിനെ സ്റ്റോക്ക് ECUയിൽ നിന്ന് മാറ്റി ആഫ്റ്റർ മാർക്കറ്റ് ECU പ്ലേസ് ചെയ്തിട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നത്, നമുക്ക് സ്റ്റോക്ക് ECUയിലേക്ക് ഒരിക്കലും നമുക്ക് ECU പ്രോഗ്രാം അല്ലെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ ECU റീമാപ്പ് ചെയ്യണം. റീമാപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേനും അത് അത്യാവശ്യം കോസ്റ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. അത് അതിനുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്തിട്ട് അത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി കോസ്റ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. അതല്ലാതെ വേറെ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള ECU കിട്ടും. ആ ECU പ്ലേസ് ചെയ്തിട്ട് നമുക്ക് തന്നെ ഇതിന്റെ പാരാമീറ്റേഴ്സ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അനുസരിച്ച് ട്യൂണിംഗ് മാറ്റാൻ പറ്റും. പക്ഷേ ഇതിൽ ഒരു